So you can hear me, right? Okay. So good afternoon. ഞാൻ സംഘാടകരോട് മലയാളത്തിൽ സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവരത് ഓക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വാക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മലയാളത്തിൽ കൂടുതലും സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് അരമണിക്കൂറാണുള്ളത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് അന്ന് കരുതുന്നു. ഒന്ന് ആദ്യം ദർശനയോട് ഈ ക്ഷണത്തിന് വലിയ നന്ദി. അതുകൂടാതെ നിങ്ങളിൽ പലരും കോളേജുകളിലും മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് കരുതുന്നു. അപ്പം കോളേജുകളിൽ നിന്ന് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യും. അതിനുശേഷം അലുമിനി അസോസിയേഷനുകളിലേക്കും മറ്റുമൊക്കെ പങ്കാളികളാവും. ഒരുപക്ഷെ സാധാരണ അലുമിനി അസോസിയേഷനുകൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ അതുകൂടാതെ ചാരിറ്റി മുതലായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അതിനേക്കാൾ ഉപരി സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന പുരോഗമനാശയങ്ങൾ ചർച്ച ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വേദിയാവുന്ന തരത്തിലുള്ള ഇത്തരം സംഘടനകൾ തീർച്ചയായും ഒരുവിധപ്പെട്ട കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നും കൂടി ഞാൻ കരുതുന്നു. അപ്പോൾ അത് നിങ്ങളെപ്പോലുള്ള ധാരാളം വിദ്യാർത്ഥികൾ മുന്നിലിരിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ഓക്കെ. അപ്പം എൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് എൻ്റെ അടുത്ത് സ്ലൈഡ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ സ്ലൈഡില്ലാതെ സംസാരിക്കുന്നത്. കൂടുതലും ഒരു സംഭാഷണത്തിൻ്റെ രീതിയിൽ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതുന്നു. ഇപ്പോൾ ഒന്ന്, നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ എൻവയൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചും സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചും ഒക്കെ ആണ് എൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരാശയമുണ്ട്. അത് ഡേറ്റാ സെൻറ്ററുകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആഘാതം എന്നുള്ളതാണ്. ധാരാളം ജലം ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം പ്രകൃതി വിഭവങ്ങൾ അവ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പാരിസ്ഥിതിക ആഘാതം അവ സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് പാടില്ല എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വിശാഖപട്ടണത്തും മറ്റുമൊക്കെ വലിയ ഡേറ്റാ സെൻറ്ററുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് UK നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അയർലൻഡ് എന്ന് പറഞ്ഞ ദ്വീപ് ഒരു ഡേറ്റാ സെൻറ്ററുകളുടെ ദ്വീപായിട്ട് കൂടി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ചെറിയ ദ്വീപാണ്, 70 ലക്ഷം പേര് താമസിക്കുന്നു, പക്ഷേ ഒരുപാട് ഡേറ്റാ സെൻറ്ററുകളുണ്ട്. ഇതെല്ലാം ആഗോളമായിട്ട് തന്നെ വലിയൊരു ചർച്ചാ വിഷയമാണ്, ഡേറ്റാ സെൻറ്ററുകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആഘാതം എന്നുള്ളത്. അതിനോടൊപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ AI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന 1-2 പേരുകൾ പറയാമോ? വ്യക്തികളുടെ പേരുകൾ. AI എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന 1-2 വ്യക്തികളുടെ പേരുകൾ ഒന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി. മൈക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പേരുകൾ? ഇലോൺ മസ്ക്, ഓക്കെ. സാം ഓൾട്ട്മാൻ. പിന്നെ വേറെ പേരുകൾ ഇവിടുത്തെ എന്തെങ്കിലും പറയാൻ തുടങ്ങായിരുന്നോ? അല്ല. ട്യൂറിങ്, ഓക്കെ. ഓക്കെ. സിസ് കേബർ, ഓക്കെ, ഞാൻ കേട്ടിട്ട്. ഓക്കെ, അത് ശരി. അദ്ദേഹം ഏത് ഡീപ്പ് മൈൻഡിൽ? ഓക്കെ. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പേരുകൾ, ധാരാളം പേരുകൾ ഇവിടെ പറയുകയുണ്ടായി. ഈ പേരുകളിലെല്ലാം ഒരു പൊതു ആട്രിബ്യൂട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പേരുകളിലെല്ലാം എന്നല്ല, അലൻ ട്യൂറിങ്ങിൻ്റെ പേര് പറഞ്ഞു. അലൻ ട്യൂറിങ് 1952 മറ്റോ മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ആത്മഹത്യ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പേരുകളിൽ ഇവിടെ 3-4 പേരുകൾ പറഞ്ഞു. ഇവയ്ക്കെല്ലാം തമ്മിലൊരു കോമൺ ആട്രിബ്യൂട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം തന്നെ ബിഗ് ടെക് എന്ന് പറയുന്ന വലിയ സാങ്കേതിക വിദ്യാ കമ്പനികളുടെ അമരത്തുള്ള പേരുകളാണ്. സാങ്കേതിക വിദ്യാ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പേരുകളാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു സാങ്കേതിക വിദ്യ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. മറ്റേതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ എടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകൾ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ കമേഴ്ഷ്യൽ പേരുകളോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരുകളോ ആയിരിക്കണം എന്നില്ല. അത് മിക്കവാറും ശാസ്ത്രജ്ഞൻ്റെ പേരുകളും അങ്ങനെയുള്ള, അല്ലെങ്കിൽ അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നവരുടെ പേരുകളും അങ്ങനെയുള്ള പേരുകളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു സവിശേഷത നിർമ്മിത ബുദ്ധി എന്നുള്ള AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയ്ക്കുണ്ട്. അപ്പോൾ AIയും ബിഗ് ടെക് വളരെ ചേർന്ന് നിലയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ബിഗ് ടെക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് പോലെയാണ് നമ്മുടെ മുന്നിലേക്ക് AI വരുന്നത്. ഒരു AIയുടെ മുതലാളിത്ത വേരുകളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നൊരു പുസ്തകമുണ്ട്, ഇൻഹ്യൂമൻ പവർ എന്നുള്ള, മനുഷ്യത്വരഹിതമായ അധികാരം എന്നുള്ള അർത്ഥത്തിൽ ഇൻഹ്യൂമൻ പവർ എന്നുള്ള പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാചകത്തിൽ അവർ പറയുന്നത് ഈ ടുഡേയ്സ് ക്യാപിറ്റലിസം ഈസ് പൊസസ്ഡ് ബൈ ദ AI ക്വസ്റ്റ്യൻ എന്നാണ്. ഇന്നത്തെ മുതലാളിത്തം AIയിൽ ഭ്രമിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലോ മറ്റോ നമുക്കത് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം നമുക്കല്ലാതെ
അല്ലാതെയും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ടി വി ചാനൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ വരുന്നതിൽ എത്രമാത്രം AI റിലേറ്റഡ് പരസ്യമാണ്, യൂട്യൂബിൽ വരുന്ന പരസ്യങ്ങൾ. ഇന്നത്തെ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാന മുഖമായി തന്നെ AI പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ, ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെയോ മറ്റോ വിലയിരുത്തുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഒന്ന്, ആ പ്രതിഭാസം എടുക്കുക, അതിനുശേഷം അതിൻ്റെ ഗുണദോഷങ്ങൾ കണ്ടെത്തുക, ഒന്നൊന്നായിട്ട് ഗുണദോഷങ്ങൾ കണ്ടെത്തുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ചിലതിൽ ടിക്ക് മാർക്ക് ഇടുക, ചിലതിൽ ക്രോസ് മാർക്ക് ഇടുക, എന്ന് മാർക്കിടാം. എന്നിട്ട് ഒടുക്കം നമുക്കൊരു വിധിയിലേക്ക് എത്താം, ഒരു ഡിറ്റർമിനേഷനിലേക്ക് എത്താം. പക്ഷേ അതല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്കിതിനെ സമീപിക്കാം. അതിനെ ചരിത്രവൽക്കരിച്ച് കാണുക എന്നുള്ളതാണ് അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അത് തരുന്ന ഉൾക്കാഴ്ചകൾ വളരെ വളരെ ഗഹനമായിട്ടുള്ളതായിരിക്കും. ചരിത്രവൽക്കരിച്ച് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിസ്റ്റോറിസൈസേഷൻ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹിസ്റ്റോറിസൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പ്രതിഭാസത്തെ അങ്ങനെ തന്നെ മുഖവിലേക്കെടുത്തുകൊണ്ട് വിലയിരുത്തുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ന് കാണുന്ന പ്രതിഭാസം എങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടു, ഹൗ ഡിഡ് ഇറ്റ് കം അബൌട്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാങ്കേതികവിദ്യ നിർമ്മിച്ചത്, എന്ത് പ്രേരണകളാണ് അവയിൽ പ്രവർത്തിച്ചത്, എന്തൊക്കെ പാതകളാണത് എടുത്തത്, എന്തൊക്കെ പാതകളാണ് അത് അവഗണിച്ചത്, അത് എന്തുകൊണ്ട് അവഗണിച്ചു, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ്, അതിൽ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ എന്താണ്, സാമ്പത്തിക ശക്തികളൊക്കെ അതിൽ പ്രധാനമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചരിത്രവൽകൃതമായിട്ടുള്ളൊരു വീക്ഷണം നമ്മൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും AI-യെക്കുറിച്ചും ഏതൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഏതൊരു പ്രതിഭാസത്തെക്കുറിച്ചും നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഗഹനമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ AI-യുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മലയാളത്തിലുള്ള വാക്ക് സുസ്ഥിരത എന്നുള്ള അർത്ഥത്തിലായിരിക്കും. AI-യുടെ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് ഇന്ന് ഗവേഷണ മേഖലയിലും മറ്റുമൊക്കെ ഗവേഷകരും മറ്റുമൊക്കെ പറയുന്ന രണ്ട് പ്രമുഖമായിട്ടുള്ള പാതകളുണ്ട്. ആ രണ്ട് പാതകൾ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പാതകളാണ്. ഈ രണ്ട് പാതകളായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ള വേറൊരു ചോദ്യം. പക്ഷേ ഈ രണ്ട് പാതകളുണ്ട്. ഒന്ന് AI ഫോർ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത്, സുസ്ഥിരതയ്ക്കായിട്ടുള്ള നിർമ്മിത ബുദ്ധി അൽഗോരിതം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഇല്ലേ? മിക്കവാറും ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കും. ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പാത ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും 1-2 പാതകൾ കാണിക്കും. അതിനോടൊപ്പം ഒരു പാതയോട് ചേർത്ത് ഒരു ചെറിയൊരു ഇലയുടെ ഒരു ഐക്കൺ കാണാറുണ്ട് ഇല്ലേ? അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ 10% 15% പെട്രോൾ കുറവാണ് എന്നുള്ള പറയുന്നത്. അപ്പോൾ അതെന്താണ്? സാങ്കേതികവിദ്യ നിങ്ങളെ സുസ്ഥിരതയുടെ മേഖലയിലേക്ക് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതിലേക്ക് നിങ്ങൾക്കൊരു ചെറിയ തള്ള് അല്ലെങ്കിൽ ഒരു നഡ്ജ് നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഇ-കോമേഴ്സ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് എന്ന് പറയും. സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ചെറിയ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ സുസ്ഥിരമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനോട് ചേർത്താണ് അത് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്താ പറയുക, ഈ പോവേർട്ടി എലിമിനേഷൻ, അതിനുള്ള സ്ട്രാറ്റജീസ് കണ്ടെത്തുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് ഒരു നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് അഭിജിത്ത് ബാനർജി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കൂടുതലും ഈ സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ ഒരു സയൻസസിൻ്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പോവേർട്ടിയെ പഠിക്കുക എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ AI ഉപയോഗിച്ചും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് AI ഉപയോഗിച്ച് ചെയ്യുന്നൊരു മേഖലയുണ്ട്, എഫക്റ്റീവ് ഓൾട്രൂയിസം എന്ന് പറയും. അത് വളരെ രസകരമാണ്. രസകരം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴത്തേക്കും ചിരി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചാരിറ്റിക്ക് മറ്റൊക്കെ കുറേ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചാരിറ്റിക്ക് കൊടുക്കുന്ന പൈസ എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചിലവഴിക്കാം എന്നുള്ളതിനുള്ള സജഷൻസ് തരിക എന്നുള്ളതാണ് എഫക്റ്റീവ് ഓൾട്രൂയിസം എന്ന് പറയുന്നത്. അതെല്ലാം അവകാശപ്പെടുന്നത് AI ഫോർ സസ്റ്റൈനബിലിറ്റി എന്നാണ്. ഏറ്റവും മികച്ച രീതിയിൽ മനുഷ്യനെ ഏറ്റവും സുസ്ഥിരമായ രീതിയിലുള്ള ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതായി എന്നുള്ള നിലയ്ക്കാണ് അവയൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന് സസ്റ്റൈനബിൾ AI എന്നുള്ള ഒരു സംഗതി, സുസ്ഥിരമായ AI. അപ്പോൾ അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് മറ്റൊരു പാതയാണ്. ആ പാതയിൽ പറയുന്നത് നമ്മൾ ഇന്നത്തെ AI വളരെയധികം കമ്പ്യൂട്ടേഷണലി ഇൻറ്റൻസീവാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റാ സെൻറ്ററുകൾ, ഭൂഗർഭജലം, ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പാരിസ്ഥിതിക വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ലഘൂകരിക്കണം, വളരെ കുറയ്ക്കണം. അതിൻ്റെ പ്രശ്നങ്ങളാണല്ലോ, ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എന്താ ചെയ്യുക? നമ്മൾ അതേ കാര്യം തന്നെ കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ കുറവ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറവ് ഡേറ്റ ഉപയോഗിച്ച് കുറവ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറവ് സ്റ്റോറേജ് ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. അതാണ് സസ്റ്റൈനബിൾ AI എന്ന് പറയുന്ന ഒരു സംഗതി.
അപ്പോൾ ഈ സസ്റ്റൈനബിൾ AI എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ എഫിഷ്യൻ്റ് AI എന്നും പറയാം. എന്ന് വെച്ചാൽ ഞാനത് ആ രീതിയിൽ പറയല്ല, ഞാനതിനെ കുറച്ച് വിമർശപരമായിട്ട് പറയാം. എഫിഷ്യൻസിയെ സസ്റ്റൈനബിലിറ്റി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ധാരയാണ് സസ്റ്റൈനബിൾ AI എന്ന് പറയുന്നത്. അതേ കാര്യം വളരെ കൂടുതൽ സ്പീഡിൽ ചെയ്യുക, അല്ലെങ്കിൽ കുറവ് റിസോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതിനെ സസ്റ്റൈനബിലിറ്റി ആയിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പാതകൾക്കും അവയുടേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ ഒരു 2 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു പ്രബന്ധത്തിൽ പറയുന്നത്, ഒരു ഫണ്ടമെൻ്റലി അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെക്നോളജിയെ സസ്റ്റൈനബിളായിട്ട് അവതരിപ്പിക്കുന്ന 2 പാതകളാണ് ഇവ എന്നുള്ളതാണ് അത് അവകാശപ്പെടുന്നത്. അത് ആരോപണം ആയിട്ടും പറയാം. ആ ആരോപണത്തിൻ്റെ ചെറിയ വിശദാംശങ്ങളിലേക്കാണ് അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് AI ഫണ്ടമെൻ്റലി അൺസസ്റ്റൈനബിൾ ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം. അപ്പോൾ AIക്ക് പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ AI കമ്പനികൾ, ഇപ്പോൾ ഗൂഗിൾ ഉണ്ട്, മെറ്റ ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ AI ഉണ്ട്, നിരവധിയായിട്ടുള്ള AI കമ്പനികളുണ്ട്. ഈ AI കമ്പനികളുടെ വരുമാന മാർഗം എന്താണ്? അവയുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? നമുക്കൊരു പക്ഷേ ഒരു കമ്പനി എടുക്കാം, ഗൂഗിൾ എന്ന കമ്പനി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഗൂഗിളിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? ആഡ്സ്, പരസ്യങ്ങളാണ് ഗൂഗിളിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ 78% എങ്ങാണ്ട് വരുമാനം വരുന്നത് പരസ്യങ്ങളിലൂടെയാണ്. മെറ്റയുടെയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പരസ്യങ്ങൾ, അപ്പം ഒരു പ്രബന്ധത്തിൽ ഒരാൾ പറയുന്നത്, ഗൂഗിൾ എന്ന് പറയുന്നത് ഫങ്ഷണലി ഒരു വിവരാന്വേഷണ കമ്പനിയാണ് എന്നിരിക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ AI ഒക്കെ ഉണ്ട്, AI ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉണ്ട്. അത് സാമ്പത്തികമായി ഒരു പരസ്യ കമ്പനിയാണ്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പരസ്യ കമ്പനിയാണ്. ഇപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ ഈ ടെക് മേഖലയിൽ ധാരാളമായിട്ട് വർക്ക് ചെയ്ത കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവും. കുറച്ച് പേര് ഗൂഗിളിൽ പോകും, കുറച്ച് പേര് പല കമ്പനികളിലായിട്ട് പോകും. അപ്പോൾ അവരൊക്കെ തന്നെ പലരും വർക്ക് ചെയ്യുന്നത് ഈ ആഡ് മാച്ചിങ് എന്നുള്ളതിനെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഏറ്റവും കൃത്യമായി നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അടുത്ത നിമിഷം നിങ്ങളുടെ ഫോണിൽ ഒരു ആഡ് അലർട്ടായിട്ട് വരണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം. നമ്മൾ കൊളോക്കിയലായിട്ട് പറയില്ല, അവരെ സംബന്ധിച്ചുള്ള അവരുടെ കിനാശേരി എന്നൊക്കെ പറയുന്ന ആ സംഗതി ഇതാണ്. അവരെ സംബന്ധിച്ചോളം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ആഡ്സ് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ ഗൂഗിളിൻ്റെയും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട സാങ്കേതികവിദ്യ. അത് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നതിൽ തന്നെ വളരെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പരസ്യം എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? പരസ്യത്തെ മുതലാളിത്തത്തിൻ്റെ ഏക കലാരൂപം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? മുതലാളിത്തം എന്ന് പറയുന്നത്, ക്യാപിറ്റലിസം നിർമ്മിക്കുന്ന ഒരുപാട് കമ്മോഡിറ്റീസ് ഉണ്ട്. ഈ കമ്മോഡിറ്റീസ് എല്ലാം വിറ്റഴിക്കണം. അപ്പോൾ അതിന് മാർക്സ് ഉപയോഗിക്കുന്ന സംഗതി പ്രൊഡക്ഷനും സർക്കുലേഷനും എന്ന 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് 1 and 2 അങ്ങനെ എന്താണ്ട് അദ്ദേഹം പറയുന്നത്, 2 വിഭാഗങ്ങളുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്. ഈ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, മൂല്യം നിർമ്മിക്കപ്പെടുന്നു. സർക്കുലേഷനിൽ വാല്യൂ റിയലൈസ് ചെയ്യപ്പെടുന്നു, വാല്യൂ വീണ്ടും മുതലാളിയിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ഈ സർക്കുലേഷൻ ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിഗണന. അപ്പോൾ ഈ സർക്കുലേഷൻ ടൈം വളരെ ഫാസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം വിറ്റഴിക്കണം. ഉണ്ടാക്കിയ സാധനങ്ങൾ മേടിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ പരസ്യം കാണിച്ച് എങ്ങനെയെങ്കിലും പരമാവധി മേടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഒരു മുതലാളിയെ സംബന്ധിച്ചോളം അയാളുടെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, അയാളുടെ ഒരു ഐഡിയൽ വേൾഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് മേടിക്കാനായിട്ട് തൊട്ട് പുറത്ത് തന്നെ ആളുകൾ കാത്തു നിൽപ്പുണ്ടാവണം. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗോഡൗണുകളിൽ പോവും, പലയിടത്ത് വിതരണം ചെയ്യപ്പെടും. ഈ സർക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫാസ്റ്റ് ആക്കണം. അതാണ് പ്രധാനമായിട്ട് ഈ പരസ്യങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി, നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഈ സൈബർ ലോകത്തെ AI കമ്പനി എല്ലാം തന്നെ ഒരു സൈബർ ലോകം എന്ന് പറയുന്ന നമ്മൾ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തിൽ നിന്ന് വിച്ഛേദം, ഭൗതിക ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുകളിൽ നിൽക്കുന്ന ഒരു സൈബർ ലോകം. മുകളിൽ നിന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന അങ്ങനെയാണല്ലോ, ഇതൊരു മാജിക്കൽ വേൾഡാണ്. ഭൂമിക്ക് മുകളിൽ എന്തോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാജിക്കൽ ക്ലൗഡ് എന്നൊക്കെയാണ് അതിൽ ടെർമിനോളജീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ വലിയൊരു സൈബർ ലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകമായിട്ട് മെറ്റീരിയൽ വേൾഡുമായിട്ട് അത്രയൊന്നും ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരു സംഗതിയാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഗൂഗിളിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞാണ്
കാണുക. എന്താണെന്ന് വെച്ചാൽ ഗൂഗിള് പരസ്യങ്ങൾ കാണിച്ചാണ് അതിൻ്റെ റവന്യൂ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പരസ്യദാതാക്കളിൽ നിന്നാണ് റവന്യൂ ഉണ്ടാക്കുന്നത്. പരസ്യദാതാക്കൾക്ക് എങ്ങനെയാണ് ഈ റവന്യൂ കിട്ടുന്നത്? ഉണ്ടാക്കുന്ന കമ്മോഡിറ്റീസ്, ചരക്കുകൾ വിറ്റഴിക്കപ്പെടണം, എന്നാലാണ് റവന്യൂ കിട്ടുക. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സൈബർ ലോകം കൂടുതലും പരസ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ സൈബർ ലോകവും ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേക്കുന്ന സാധനം, നമ്മൾ ഈ പരസ്യങ്ങളൊന്നും കണ്ടിട്ട് ആരും സാധനം മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരും പരസ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സൈബർ ലോകം ഇങ്ങനെ നിലനിന്ന് പോകാനുള്ള ഫണ്ടും അവർക്ക് ലഭ്യമാവില്ല. അതുകൊണ്ട് തന്നെ ഈ സൈബർ ലോകവും മെറ്റീരിയൽ ലോകവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ ബന്ധം നമ്മൾ പലപ്പോഴും കാണാറില്ല. നമ്മൾ ഈ സൈബർ ലോകം എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു ലോകം എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ക്യാപിറ്റലിസം എന്ന് പറയുമ്പോഴത്തേക്കും. നിരവധിയായിട്ടുള്ള ഗുഡ്സ് നീഡ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലല്ല, പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചരക്കുകൾ നിർമ്മിക്കുക, ആ ചരക്കുകൾ പരമാവധി വിറ്റഴിക്കുക എന്നുള്ളതാണ്. അതിനെ സഹായിക്കുന്ന രീതിയിലാണ് ഈ നിർമ്മിത ബുദ്ധി അൽഗോരിതംസ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പം പിന്നെ അത് കൂടാതെ ഈ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ AI എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അതിനിപ്പോൾ റൺ ചെയ്യാനായിട്ട് ഡേറ്റാ സെൻറ്റർ വേണം. ഈ ഡേറ്റാ സെൻറ്റർ കുറേ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് വേറെ രീതിയിൽ ചിന്തിക്കാം. ഇതൊന്നും കൂടാതെ മറ്റൊരു രീതിയുണ്ട്. ഇവയുടെ പ്രവർത്തനത്തിൽ തന്നെ അൺസസ്റ്റൈനബിലിറ്റി അത്രത്തോളം ഇൻട്രൻസിക് ആണ് എന്നുള്ളൊരു നിരീക്ഷണം ഇന്ന് പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അത് അവതരിപ്പിക്കാനായിട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ജനറേറ്റീവ് ചാറ്റ് ബോട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം കണ്ടു, ഈ പുസ്തകം എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം വരിക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മറ്റുമൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ AI ചാറ്റ് ബോട്ടുകളോട് ചോദിക്കുകയാണ്, ഇന്ന പുസ്തകം X എന്നൊരു ഞാൻ കണ്ടു, അത് എവിടെ കിട്ടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും അത് പറയും? എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആമസോണിൽ കിട്ടും എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ അതിന് പകരം നമ്മളൊരു സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? സുഹൃത്ത് ചിലപ്പോൾ പറയും, എന്താ, ലൈബ്രറിയിൽ, തൊട്ടപ്പുറത്തെ ലൈബ്രറിയിലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് വായിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മാവൻ വായിച്ചിട്ടുള്ള നല്ല അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം ഇന്ന കാര്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റത് ഈ ആമസോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ സജഷൻ വരുന്നത് എന്നുള്ളതിന് പല കാരണങ്ങളുണ്ടാവാം. 1-2 കാര്യങ്ങളെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ എളുപ്പമുള്ളൊരു ഉത്തരവാണ്. ഇപ്പോൾ നിങ്ങളോടൊരു സുഹൃത്തിനോട് നിങ്ങൾ പറയുന്നു, കാര്യമായിട്ട് പറയാം, ഇങ്ങനെ ഒരു പുസ്തകം ഞാൻ കണ്ടു, ഇതെവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോണിൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാനല്ലോ ഞാൻ വന്നതെന്നല്ലേ പറയുക. എന്ന് വെച്ചാൽ അതിൽ കാര്യമില്ലോ, ആ ഉത്തരം പ്രത്യേകിച്ച് കാര്യമില്ലാത്തൊരു ഉത്തരമാണ്. ഈ കാര്യമില്ലാത്ത ഉത്തരങ്ങളാണ് ഇത് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ആമസോൺ എന്ന് പറയുന്ന ഈ ഒരു സർക്കുലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ സർക്കുലേഷൻ എന്ന കൊമേഴ്സിൻ്റെ സർക്കുലേറ്ററി ഇതിൽ മുതലാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് ആ മൂല്യങ്ങളാണ് ഇവയിൽ അന്തർലീനമായിട്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം എന്തുകൊണ്ടാണ് ഈ ലോക്കൽ ലൈബ്രറിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഇതിന് തരാൻ കഴിയാത്തത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മൂർത്ത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റ ഇതിന് ലഭ്യമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തുള്ളൊരു വായനശാലയിൽ എന്തൊക്കെ പുസ്തകങ്ങൾ ലഭ്യമാണെന്നുള്ള ഇൻഫർമേഷൻ ഇവയ്ക്ക് ലഭ്യമല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതേ പറയാൻ കഴിയുള്ളൂ. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് വളരെ സിമ്പിളാണ്, വളരെ എക്കണോമിക്കലാണിത്. എന്ന് വെച്ചാൽ എവിടെ ഈ സാധനം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോണിൽ കിട്ടുമെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യും. പക്ഷേ ഒരു എന്താ പറയുക, സോഷ്യൽ അല്ലാത്തൊരു ഉത്തരവാണ്, പക്ഷേ അത് വർക്ക് ചെയ്യുന്നൊരു ഉത്തരവാണ്. മാത്രമല്ല ഈ ഗ്ലോബലായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് അത് വളരെ എക്കണോമിക്കലാണ്. ഈ ഒരു ഉത്തരം കണ്ടെത്തിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള പാലക്കാടുള്ള ലൈബ്രറി പറയണം, ഞാൻ എറണാകുളത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളത്തുള്ള ലൈബ്രറിയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ അത്രയും ഇൻഫർമേഷൻ എടുക്കണം. അതിന് പകരം വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം. അപ്പോൾ ഈ ഒരു എക്കണോമിക് ആസ്പെക്റ്റ് വളരെ കൃത്യമായിട്ട് ഈ AI പ്രവർത്തിക്കുന്നുണ്ട്. അത് ക്യാപിറ്റലിസമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ AI നിർമ്മാണത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒട്ടും സുസ്ഥിരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സുസ്ഥിരമല്ലാത്ത സംഗതിയെ സുസ്ഥിരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതേ സംഗതി തന്നെ ഫാസ്റ്റായിട്ട് ഇത് സുസ്ഥിരമാണെന്നും പറയുന്നു. പക്ഷേ അതല്ലല്ലോ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഉദാഹരണം പറയാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗൂഗിളിലും എല്ലാം പറയുകയാണ്, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ
ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകണം എന്ന് ചോദിക്കുകയാണെന്ന് കരുതുക. അത് മിക്കവാറും ഫ്ലൈറ്റ് ഓപ്ഷൻസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പറയും ഇത്ര എമിഷൻസ് കുറവുള്ള ഫ്ലൈറ്റ് ഉണ്ട്, നിങ്ങളത് എടുത്തോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫ്ലൈറ്റ് ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് അത് കുറച്ച് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അതേസമയം ട്രെയിൻ അതിലും വളരെ സസ്റ്റൈനബിളാണ്, അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ മറ്റൊരു ഇതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാഴയിലയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വളരെ സസ്റ്റൈനബിളാണ്. അത് പിന്നെ ഇട്ടാൽ മതി, അത് ഡീക്ക് ചെയ്ത് പോയിക്കോളും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിക്കോളും. നമ്മൾ പേപ്പർ പ്ലേറ്റിൽ കഴിച്ചിട്ട് ഈ പേപ്പർ പ്ലേറ്റിൻ്റെ അളവ് തിക്നെസ് കുറയ്ക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഒരിക്കലും മറ്റേ കാറ്റഗറിയുമായിട്ട് കമ്പയറബിൾ ആവില്ല. വേറൊരു കാറ്റഗറിക്ക് അകത്ത് എന്നുള്ള സസ്റ്റൈനബിലിറ്റി ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളെല്ലാം ഈ ടെക്നോളജിക്ക് അകത്തൊക്കെ തന്നെ ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ മറ്റൊരു ഒരു സംഗതി, ഈ AI എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ AI-യെക്കുറിച്ചുള്ള ഇത് നമ്മൾ നേരത്തെയുള്ള ചോദ്യങ്ങളിലും മറ്റുമൊക്കെ പലപ്പോഴും എക്സ്പ്ലെയിനബിലിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ AI എക്സ്പ്ലെയിനബിൾ ആയിരിക്കണം, AI ഒപ്പേക്കാണ്, അത് എക്സ്പ്ലെയിനബിൾ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു സംഗതി. ഇതിനും ഒരു പക്ഷേ ഒരു ചെറുതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഓട്ടോമേഷനെക്കുറിച്ച് അല്ലെങ്കിൽ യന്ത്രവൽക്കരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓക്കെ. ഈ ഒരു വണ്ടി KL09 BA 1428 അത് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഒന്ന് സോറി. ഓക്കെ. ഈ AI-ക്ക് മുമ്പും യന്ത്രവൽക്കരണം നടന്നിട്ടുണ്ടല്ലോ. നമ്മൾ അച്ചടി യന്ത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കൈയെഴുത്ത് മാസികകളിൽ നിന്നും മറ്റൊക്കെ അച്ചടിയിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നിരവധിയായിട്ടുള്ള യന്ത്രവൽക്കരണം നടന്നിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. ആർട്ട് ഒരുപക്ഷെ ഈ ക്യാമറയൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ആർട്ട് വലിയ പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിലൊരു പരിധിവരെ കാര്യമുണ്ട്, ഒരു പരിധിവരെ അത് തരണം ചെയ്തിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ആലോചനകൾ ആ ഒരു കാലത്ത് നടന്നിരുന്നു. ഒരുപക്ഷെ വാൾട്ടർ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രബന്ധമുണ്ട്, ആർട്ട് ആൻഡ് ദ ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ എന്നുള്ളത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗുഹാചിത്രം പോലെ ഉള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അവിടെ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. പിന്നീട് അത് ഗാലറിയിലേക്ക് മാറി, അതിനു വേണ്ടിയിട്ട് മറ്റൊരു രീതിയിൽ ആർട്ടിനെ അവതരിപ്പിക്കേണ്ടുന്നൊരവസ്ഥ വന്നു. ഇന്നിപ്പോൾ അതും മാറിയിട്ട് ഇപ്പോൾ ജനറേറ്റീവ് AI-യുടെ മേഖലയിലോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ആർട്ടിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം ക്ലാസിക്കൽ ആലോചനകൾ വീണ്ടും എടുത്ത് പുനഃപരിശോധിച്ച് അതിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ AI എന്ന് പറയുന്ന സംഗതി ഇതിൽ നിന്നെല്ലാം പല ഓട്ടോമേഷൻ സംഗതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അതിന് നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതിയിലുള്ള ഓട്ടോമേഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ, മനുഷ്യൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, കുറേ ചെറിയ സ്റ്റെപ്സ് ഉണ്ടല്ലോ. ആ സ്റ്റെപ്സൊക്കെ നമ്മൾ നോക്കും, ഒരാൾ നിരീക്ഷിക്കും. ഒരാൾ നിരീക്ഷിച്ചിട്ട് വന്നിട്ട് ഈ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് എങ്ങനെ ഒന്നൊന്നായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം എന്ന് നോക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന ആൾ, ചാൾസ് ബാബേജ് നിങ്ങൾക്ക് പരിചയം ഉള്ള പേരായിരിക്കും. അപ്പോൾ ചാൾസ് ബാബേജിന് നമുക്ക് പരിചയമുള്ളത് ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ഓഫ് ടെക്നോളജിയും കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയ 1832 ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഓരോ ചെറിയ സ്റ്റെപ്സിനെയും നമ്മൾ ടൂൾസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ടൂൾസിനെ എല്ലാത്തിനെയും കൂടെ ചേർന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു മെഷീൻ നിർമ്മിക്കും. ടൂൾ എന്ന് പറയുന്ന ചെറിയ സ്റ്റെപ്സ്, അതിനുശേഷം മെഷീൻ നിർമ്മിക്കും. അങ്ങനെയാണ് ഓട്ടോമേഷൻ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമേഷൻ നടക്കുമ്പോഴത്തേക്കും ആ പ്രക്രിയയിൽ ഒരു സുതാര്യതയുണ്ട്. നമുക്കിപ്പോൾ ഈ കാർ ഓടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ അകത്തുള്ള ഓരോ സംഗതിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. കാർ ഓടുന്നത് എക്സ്പ്ലെയിനബിൾ കാർ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, അല്ലെങ്കിൽ എക്സ്പ്ലെയിനബിൾ പ്രിൻറ്റിംഗ് പ്രസ് എന്നൊരു സംഗതി ഇല്ല. അപ്പോൾ ഈ പ്രക്രിയ വളരെ സുതാര്യമാണ്. പക്ഷേ അതേസമയം ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ട്യൂറിംഗ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്യൂറിംഗ് 1950 എഴുതിയ ഒരു പ്രബന്ധത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം പറയുന്നത്, ഒരു യന്ത്രത്തിനോട് നിങ്ങൾ ചോദ്യങ്ങൾ എഴുതി കൊടുത്താൽ പോരെ, ടൈപ്പ് റിട്ടനായിട്ട് കൊടുക്കുക, എന്നിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു. ഈ ഉത്തരങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തുള്ളത് ഒരു യന്ത്രമാണോ മനുഷ്യനാണോ എന്ന് കണ്ടെത്തണം. അതിൽ നിങ്ങൾ മനുഷ്യനാണെന്ന് പറയുകയും പക്ഷെ അപ്പുറത്ത് ശരിക്കും യന്ത്രമായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ യന്ത്രം നിങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. യന്ത്രം നിങ്ങളെ മനുഷ്യനായിട്ട് ഭാവിച്ച് പറ്റിച്ചു. എങ്ങനെയാണ് ഭാവിക്കുന്നത്? ഉത്തരങ്ങളിലൂടെ, റെസ്പോൺസസിലൂടെ മാത്രം. ഈ ഔട്ട്പുട്ടിലൂടെ മാത്രം നമുക്ക് അപ്പുറത്തുള്ളത് ഹ്യൂമനാണോ മെഷീനാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു അനുമാനം. അതിൽ
പിടിച്ചു തൂങ്ങിയുള്ള ഒരു ഡെഫിനിഷൻ. അതാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റിലൂടെ നടപ്പിലാവുന്നത്. അപ്പോൾ അതാണ് AI-യുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഭാവന എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ AI എന്ന് പറയുന്നതിൽ പ്രക്രിയ പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. മറ്റേലെല്ലാത്തിലും പ്രക്രിയ പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചടി യന്ത്രം നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ പ്രക്രിയ എന്താണെന്നുള്ളത് പ്രധാനമാണ്. എന്നാലേ നമുക്ക് മെക്കാനിക്ക് വന്നിട്ട് കറക്റ്റ് ചെയ്യണമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെക്കാനിക്ക് വന്നിട്ട് റിപ്പയർ ചെയ്യണം. പക്ഷേ അതേസമയം AI-യുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും പ്രക്രിയ പ്രധാനമല്ല, ഔട്ട്പുട്ട് മാത്രമാണ് പ്രധാനം. അപ്പോൾ ഔട്ട്പുട്ട് നല്ല ആർട്ടായിട്ടിരുന്നാൽ മതി, അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് പ്രധാനമല്ല. ഇത് മാത്രമല്ല എല്ലാത്തിലും. എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറക്റ്റായാൽ മതി. എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്കൊരു AI മെക്കാനിക് എന്നൊരു പ്രൊഫഷൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ AI അത്രത്തോളം ഒപ്പേക്കാണ്. അതിൻ്റെ പ്രക്രിയയെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. അത് തരുന്ന ഔട്ട്പുട്ടുകൾ മാത്രം അതേപോലെ വിഴുങ്ങുക എന്നുള്ളൊരു ഭാവനയാണ് ശരിക്കും ഈ ട്യൂറിംഗ് ടെസ്റ്റിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ പരിമിതമായ അർത്ഥത്തിൽ മറ്റു പല സാങ്കേതിക വിദ്യകളിൽ നിന്നും AI കുറച്ച് മാറി നിൽക്കുന്നു. അതിൻ്റെ പ്രോസസ്സ് വളരെ ഒപ്പേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ പ്രോസസ്സ് ഒപ്പേക്കാണെന്നുള്ളത് ശരിക്കും ഈ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആലോചനകളിൽ വളരെ പ്രധാനമാണ്. ഇന്നത്തെ AI എങ്ങനെ കൂടുതൽ സസ്റ്റൈനബിൾ ആക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആകപ്പാട് അറിയാവുന്നത് കൂടുതൽ സ്പീഡാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ പ്രക്രിയയിലെ ഇന്ന ഭാഗമാണ് 5 സ്റ്റെപ്പ് ഉണ്ട്, ഇതിലെ 4ാമത്തെ സ്റ്റെപ്പിലാണ് കൂടുതൽ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഗതി ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനെ പുനർനിർമ്മിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഒരു പ്രക്രിയ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI-യുടെ ലോകത്തുള്ള ഈ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ചുള്ള ആലോചനകൾ വളരെ പരിമിതമായിട്ട് നിൽക്കുന്നതും അതുകൊണ്ടും കൂടിയാണ്. പിന്നെ ഞാൻ സമയം നോക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബദൽ മാതൃകകളെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങളും കൂടെ പറയാം എന്ന് കരുതുന്നു. ഈ എങ്ങനെയാണ് ഒരു പക്ഷേ നമുക്ക് വിമോചനപരമായിട്ടുള്ള ഒരു ലിബറേറ്ററി ഓൾട്ടർനേറ്റീവ്സ് സൃഷ്ടിക്കുക AI വെച്ചുകൊണ്ട്. ഇന്നത്തെ AI എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ അത്രത്തോളം ലിബറേറ്ററി ഒന്നും അല്ലെന്നിരിക്കെ എങ്ങനെയാണ് നമുക്ക് ലിബറേറ്ററി വിമോചനപരമായിട്ടുള്ള ബദൽ മാതൃകകൾ AI-യുടെ രംഗത്ത് കൊണ്ടുവരാൻ ചിന്തിക്കുക എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ AI എന്നുള്ള ഫ്രെയിമിനേക്കാൾ ഉപരി AI എന്താണ് ചെയ്യുന്നത്? AI പാസ്റ്റ് ഡേറ്റ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ സംഭവിക്കുന്നത്. AI പാസ്റ്റ് ഡേറ്റ എടുത്തിട്ട് അതിൻ്റെ പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ പാസ്റ്റ് ഡേറ്റ എന്നുള്ളത് കൊണ്ട് എന്താണ് പാസ്റ്റ് ഡേറ്റ കൊണ്ട് എന്തെങ്കിലും നമുക്ക് വല്ല ഗുണമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഗുണമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീണ്ടും മാർക്സിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ അകത്ത് പാസ്റ്റ് ഡോമിനേറ്റ്സ് ദ പ്രസൻറ്റ്, പക്ഷേ മറ്റൊരു പുരോഗമന സമൂഹത്തിൻ്റെ അകത്ത് പ്രസൻറ്റ് ഡോമിനേറ്റ്സ് ദ പാസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രസൻറ്റിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മൾ പാസ്റ്റിനെ കാണുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. അതാണ് നമ്മൾ ഒരു പക്ഷേ മ്യൂസിയങ്ങളിൽ പോകുമ്പോൾ ചെയ്യുന്നത്. മ്യൂസിയങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചരിത്രമാണ് കാണുന്നത്, പക്ഷേ അതേസമയം നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് ചരിത്രത്തെ കാണുന്നത്. അല്ലാതെ ഈ AI ഇന്ന് ചെയ്യുന്നത് പലപ്പോഴും പഴയ ഡേറ്റയിലെ പാറ്റേൺസ് അതേപോലെ എടുത്തിട്ട് മുന്നിലോട്ട് ഭാവിയിലേക്ക് നേരെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതൊരു സ്റ്റാറ്റിക് നോഷനാണ്. എന്ന് വെച്ചാൽ പഴയത് അതേപോലെ ആവർത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ സമൂഹം അങ്ങനെയല്ല. സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. 100 വർഷം മുമ്പുണ്ടായിരുന്ന സമൂഹമല്ല ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ AI പാസ്റ്റ് ഡേറ്റയെ നമ്മൾ എങ്ങനെ രാഷ്ട്രീയമായ ഒരു എന്താ പറയുക ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം മുൻനിർത്തി, സാമൂഹിക പുരോഗതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം മുൻനിർത്തി എങ്ങനെ പാസ്റ്റ് ഡേറ്റയെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ചൈനയിൽ നിന്ന് വന്ന 2-3 വർഷം മുമ്പ് വന്ന ചൈനയുടെ ഒരു AI പോളിസി, ആ പോളിസി പേപ്പറിൽ അവർ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഡെമോക്രാറ്റിക് പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ AI ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നൊരു പ്രധാന പരിഗണനയായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിലുള്ള നിരവധിയായിട്ടുള്ള ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റ എല്ലാം എടുത്തിട്ട് ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഡേറ്റ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, ഡേറ്റയിൽ നിന്നും സാമൂഹികമായിട്ടുള്ള നമുക്ക് അറിവുകളിൽ നിന്നും ഈ സമൂഹത്തിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് AI എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. മറ്റൊരു കാര്യം AI ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ AI ഉപയോഗിച്ചുകൊണ്ട് ഈ
തൊഴിലാളികളെ തമ്മിൽ കമ്പീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഊബറൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഊബറും മറ്റൊക്കെ ഊബറിലൊക്കെ ധാരാളം തൊഴിലാളികളുണ്ടല്ലോ. അപ്പോൾ അവർ ഏറ്റവും അടുത്തുള്ള ടാക്സിയാണല്ലോ മാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഏറ്റവും അടുത്തുള്ള റൈഡ് കിട്ടണമെങ്കിൽ ഞാൻ എവിടെ ചെന്ന് നിൽക്കണം എന്നുള്ളതാണ് അയാൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും റൈഡ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത്, ഇതെല്ലാം അയാൾ ചെയ്യേണ്ട വർക്കാണ്. ഈ വർക്കൊന്നും പെയ്ഡ് വർക്കല്ല എന്ന് വെച്ചാൽ. പക്ഷേ അതേസമയം അയാൾ ചെയ്യുന്ന വർക്കാണ് എന്ന് വെച്ചാൽ റൈഡ് എടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷം കൊണ്ടാക്കുന്ന വർക്ക് മാത്രമാണ് പെയ്ഡ് ആയിട്ടുള്ള വർക്കുള്ളത്. അപ്പോൾ ഒരുപാട് അൺപെയ്ഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഈ അൺപെയ്ഡ് വർക്കെല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, ഇത് കളക്റ്റീവായിട്ടല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി എനിക്ക് ആ ജംഗ്ഷനിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് റൈഡ് കിട്ടും എന്നുള്ളത് അയാൾ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനോടെ ഇൻവാലിഡ് ആവുകയാണ്. അയാൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ആ റൈഡ് അയാൾക്ക് കിട്ടില്ല. അപ്പോൾ ഇത് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുക അല്ലെങ്കിൽ തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനം ഇന്നത്തെ AI അൽഗോരിതത്തിൽ ധാരാളം ഉണ്ട്. അത് ഈ വർക്കിംഗ് ക്ലാസ് സോളിഡാരിറ്റിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരുപക്ഷെ തൊഴിലാളികൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് എങ്ങനെ നമുക്ക് AI വിഭാവന ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ AI ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഇതിങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു AI നിർമ്മിക്കുക, സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ടൊരു AI നിർമ്മിക്കുക. എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ മറ്റൊരു AI നിർമ്മിക്കുക എന്നൊക്കെയുള്ള ഒരു സംഗതി. ഇത് നമ്മൾ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സംഗതി, ഒരു ചെറിയ പ്രശ്നമുണ്ട്, ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് മറ്റൊരു AI നിർമ്മിക്കുന്നു. ഫണ്ടമെൻ്റലി അൺസസ്റ്റൈനബിൾ ആണെന്നുള്ളതുകൊണ്ട് തന്നെ അത് വേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി, പ്രോഫിറ്റ് ഓറിയൻറ്റഡ് എക്കണോമിക് ആക്ടിവിറ്റി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സ്പീഷീസ് നേച്ചർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സസ്റ്റൈനബിൾ ആണ്. നമ്മൾ പല കാര്യങ്ങളും സോഷ്യലായിട്ട് ചെയ്യുന്നു. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ കൺസംഷൻ നീഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് മറ്റൊക്കെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെയൊക്കെ സമയത്ത് പലരും പല പ്രസംഗങ്ങളും മറ്റൊക്കെ നാട്ടിൽ കവലകളിലും മറ്റൊക്കെ നടക്കാറുണ്ടല്ലോ. അതിലെല്ലാം നമ്മളോട് പറയുക, നിങ്ങൾ ലൈറ്റ് ഓഫ്, നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ ടാപ്പ് ഓഫ് ചെയ്യാതിരിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതേസമയം അതിനു മീതെ വലിയ തോതിൽ ഈ അഡ്വർടൈസിങ് മേഖലയും മറ്റുമൊക്കെ രാത്രി മുഴുവൻ നിയോൺ ലൈറ്റ് കത്തിച്ച് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ആവശ്യമില്ലാത്ത നിരവധിയായിട്ടുള്ള സംഗതികൾ അവിടെ നടക്കുമ്പോൾ അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ എന്ന് വെച്ചാൽ വ്യക്തികളുടെ ഉത്തരവാദിത്വമാണ് ഈ ലോകത്തെ നന്നാക്കൽ എന്നുള്ള ടൈപ്പിലുള്ള അതിന് ഒരുപക്ഷെ മുതലാളിത്തമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രക്രിയകൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ള ചിന്ത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പൊതുബോധം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ആ പൊതുബോധത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുക. പക്ഷേ അതേസമയം ഒന്ന് കുറച്ച് മാറി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ടമെൻ്റലി സസ്റ്റൈനബിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു സൊസൈറ്റിയെ വിഭാവന ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ ഒരുപക്ഷെ ഒരു ചോദ്യത്തിലേക്കുള്ളൊരു ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതിലേക്കുള്ളൊരു പ്രകോപനം എന്നുള്ള നിലയ്ക്ക് ഈ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് നമ്മൾ സുസ്ഥിരത എന്ന് പറയുമ്പോഴേ അതിലൊരു ഈ സുസ്ഥിരത എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ഈ ടെക്നോക്രാറ്റിക് ലോകത്ത് ഒരുപക്ഷെ നിലപ്പിലുള്ളത് ഒരുപക്ഷെ ഒരു ദുസ്ഥിരതയാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്ന് വെച്ചാൽ അപ്പോൾ സുസ്ഥിരത എന്നുള്ളതിനെ ശരിക്കും പൊളിറ്റിക്കലി എന്താണ് സുസ്ഥിരത എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുകയും പലപ്പോഴും ഈ ടെക്നോളജിയുടെ പ്രശ്നങ്ങളെ ടെക്നോളജി കൊണ്ട് തന്നെ നേരിടുന്നതിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതൊരു ദുസ്ഥിരത എന്നുള്ള അങ്ങനെ ഒരു വാക്കുണ്ടാവില്ലായിരിക്കും. പക്ഷെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പൊതു ചർച്ചയ്ക്ക് ഒരു പൊതുമണ്ഡലത്തിനകത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ജസ്റ്റ് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, പ്രോബ്ലി കോളേജ് പിള്ളേരാണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്ങിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ? ബേസിക്കലി എന്താ വെച്ചാൽ ഇപ്പം പിള്ളേർ ഒരുപാട് AI ടൂൾസ് ഉപയോഗിച്ചിട്ടാണല്ലോ അവരുടെ പഠനങ്ങൾ നടത്തുന്നത്.
അതെ. അപ്പം ഇതിൽ എന്താ വെച്ചാൽ ഈ എ ഐയുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ടെക്നോളജി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രേരണ എന്ന് പറയുന്നത് ഹ്യൂമൻ ലേബറിനെ ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഇപ്പം മെഷീൻ ലേണിംഗ് എന്നാണ് എ ഐയുടെ ഒരു ഫണ്ടമെൻ്റൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. മെഷീൻ ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ലേണിംഗ് ഓഫ്ലോഡ് ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ്. അതിൽ ഫണ്ടമെൻ്റലി തന്നെ അതിൻ്റെ ഒരു മനുഷ്യവൽകൃത അവതരണത്തിൽ തന്നെ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എ ഐ ഏജൻറ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ. ഏജൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഏജൻസി എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ടേമുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് സ്വയം നിർണയാവകാശം അല്ലെങ്കിൽ സ്വയം നിർണയാധികാരം അല്ലെങ്കിൽ കർത്തൃത്വം എന്നൊക്കെയുള്ള. അപ്പോൾ ഇതെല്ലാം എ ഐക്കുണ്ട് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ് വളരെ എളുപ്പമാണ്. പക്ഷേ എ ഐയുടെ പരിമിതികൾ, എ ഐക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളൂ എന്നുള്ള പരിമിതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എ ഐക്ക് കൂടുതൽ ഇപ്പോൾ ഉള്ള ഡേറ്റയിൽ നിന്ന് മറ്റൊക്കെ കൂടുതൽ കുറേ പാറ്റേൺസ് കണ്ടെത്തി അതിനെ തന്നെ ആവർത്തിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു റോളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എ ഐയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എ ഐ ഇമേജസ്, ഗൂഗിൾ ഇമേജസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതുപോലത്തെ ഇമേജസ് ആണ്, ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഇമേജസ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു എ ഐ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അതേസമയം ഇങ്ങനത്തെ ഇമേജസ് വരുന്നത്, ഇമേജസ് എല്ലാം തന്നെ നമ്മളോട് പറയുന്നത് മനുഷ്യന് പകരം നിൽക്കാൻ എ ഐക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യന് പകരം നിൽക്കാൻ എ ഐക്ക് സാധിക്കില്ല, പല കാര്യങ്ങളും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ചിന്തിക്കാനുള്ള എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചേ പറ്റൂ എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചല്ലേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആസ്പെക്റ്റും കൂടെ ഞാൻ പറയാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനെ എക്സാക്റ്റായിട്ട് അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഒരു സാങ്കേതികവിദ്യ എന്താണ് ചെയ്യുന്നത്? ഒരു സാങ്കേതികവിദ്യ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ പ്രവർത്തിക്കുന്നു, അതാണ് അത് ചെയ്യുന്നത്. അതിന് പുതുതായിട്ടൊന്നും ഒറിജിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രിൻറ്റിംഗ് പ്രസ്സാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് അതേപോലെ അത് പ്രവർത്തിക്കും, അത് എന്നിട്ട് ഔട്ട്പുട്ടായിട്ട് തരും. നമ്മുടെ എ ഐയുടെ ലോകത്തും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് പക്ഷേ വളരെ കോംപ്ലക്സ് ആണെന്നേ ഉള്ളൂ. അതിൽ കുറച്ച് റാൻഡമൈസേഷൻ ഉണ്ട്, നിരവധി മില്യൺസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രക്രിയ സുതാര്യമല്ലാത്തതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് എങ്ങനെയാണോ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അകത്ത് നിന്നാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പുതിയതായിട്ട് ഒന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. വാല്യൂ എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യൻ്റെ അധ്വാനത്തിൽ നിന്ന് വരേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു എക്സ്റേ എടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു എ ഐ നിർമ്മിച്ചു എന്ന് എഴുതാം. എക്സ്റേ എടുത്തു ഡയഗ്നോസ് ചെയ്യുന്ന എ ഐ. അപ്പോൾ 2015 മുതൽ നമ്മൾ കുറേ ഓരോ ഡോക്ടർമാരെടുത്തിട്ട് ഓരോ എക്സ്റേ എടുത്തു, അതിൻ്റെ ഡയഗ്നോസിസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പേയേഴ്സ് ഉണ്ട്, ഇതുപോലെ കുറേ ഒരു എ ഐ നിർമ്മിച്ചു. 2020 ഇപ്പോൾ പെട്ടെന്ന് കോവിഡ് വന്നു. ഇത് ഈ എ ഐക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ട്രെയിനിങ് ഡേറ്റയിൽ ഇല്ലാത്ത സംഗതിയാണ്. പുതിയൊരു സംഗതി വന്നു, പുതിയൊരു സ്ഥിതിവിശേഷം വരുമ്പോഴത്തേക്കും അതിനെ അഭിസംബോധനയാണെങ്കിൽ മനുഷ്യൻ തന്നെ അത് മനസ്സിലാക്കണം. എന്താണ് ഈ ജൈവ പ്രക്രിയ, അതിലൂടെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ. അപ്പോൾ എ ഐക്ക് പഴയത് അതേപോലെ ആവർത്തിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. അതും നിശ്ചിതമായ ക്രമീകരണത്തിനുള്ളിൽ നിന്ന് ആവർത്തിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. പുതുതായിട്ടൊന്നും ഉത്ഭവിപ്പിക്കാൻ അതിനെക്കൊണ്ട് സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് ഉത്ഭവിപ്പിക്കുന്നതെല്ലാം നമ്മുടെ ചുമതലയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാം എ ഐക്ക് വിട്ടുകൊടുത്ത് ഈ കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ നമുക്ക് അകമേ നിന്ന് ചെറുക്കാൻ സാധിക്കും. ഈ എ ഐക്ക് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇൻഡിവിജ്വലായിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്നാലും അതൊരു തുടക്കമായിട്ടെങ്കിലും പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുന്നു. അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇതേ പാറ്റേൺ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതുപോലുള്ള സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും
ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നതെല്ലാം ഉണ്ടല്ലോ ഒരു പെനൽറ്റി റെജീമാണ്. കുറേ ഒരു എന്താ പറയുക ഒരു ലീഗൽ റെജീം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ സസ്പെൻഷൻ വന്നു, ഇനിയിപ്പോൾ നിങ്ങളൊരു അപ്പീൽ കൊടുക്കണം. ഇത് കോടതിയിലല്ല അപ്പീൽ കൊടുക്കേണ്ട, ബിഗ് ടെക്കിൻ്റെ അടുത്ത് അപ്പീൽ കൊടുക്കേണ്ട. അപ്പോൾ അവർക്ക് എന്തോ ആവാം എന്നുള്ളതാണ്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തി നടക്കുക എന്നുള്ളൊരു സംഗതിയും കൂടെ അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ സസ്പെൻഷൻ ഇതുപോലുള്ള സംഗതികളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഡേറ്റ പോയിന്റുകൾ ഡേറ്റയ്ക്കകത്ത് കുറവായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു സംഗതി നിങ്ങൾ ഓർഗനൈസ് ചെയ്തു, ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇമെയിൽ അയച്ചു, ഇങ്ങനെയുള്ള സംഗതികളും മറ്റുമൊക്കെ പലപ്പോഴും വരുന്നത് മറ്റ് കോണ്ടെക്സ്റ്റുകളിൽ നിന്നായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു പാറ്റേണിൽ നിന്ന് വളരെ വളരെ ലളിതമായ ഒരു പാറ്റേൺ വെച്ചൊക്കെ മാച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പോലുള്ള ഡേറ്റ അധികം ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ പോലുള്ള കുറേ വിദൂരമായിട്ടുള്ളൊരു ഡേറ്റ ആ ഡേറ്റയിൽ ഒരു സ്പാമർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതായിരുന്നു എന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പക്ഷേ ഒരാളുടെ പേരുള്ള ഒരു ലോ ഉണ്ട്. വെൻ എ മെട്രിക് ബിക്കംസ് എ ടാർഗറ്റ് ഇറ്റ് സീസസ് ടു ബി എ ഗുഡ് മെട്രിക് എന്നുള്ളൊരു സംഗതി. എന്ന് വെച്ചാൽ നമ്മൾ ആ മെട്രിക് നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് മറ്റുമൊക്കെ പഠിക്കുമ്പോഴേ ആ മത്സര പരീക്ഷ വിജയിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഠനമൊന്നും ഉണ്ടാവില്ല, മത്സര പരീക്ഷ വിജയിക്കും. അപ്പോൾ അതുപോലുള്ളൊരു സംഗതിയാണ് ഇത് ബേസിക്കലി ഡിസിഷൻ കറക്റ്റായിട്ട് വരിക എന്നുള്ള രീതിയിൽ മറ്റുമൊക്കെ ആ പഴയ ഡേറ്റ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇന്ന് കാര്യം മാറി, പുതിയ സാമൂഹിക ഘടനകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പാറ്റേണുകളുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ചോളം അതൊന്നും അറിയില്ല. പഴയ ഡേറ്റ എടുത്തിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള എറേഴ്സ് സംഭവിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യേണ്ടി വരുന്നത് ബിഗ് ടെക്കിനോടാണ്. അവയ്ക്ക് സാമൂഹികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുന്നുണ്ട് വേറെ. എന്തായാലും അത് ഏറ്റെടുത്ത് ചോദിക്കും. അതെ. ഒരു ചോദ്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു സാറിൻ്റെ. ഓക്കെ. അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ വളരെ സ്റ്റാറ്റിക് ആണെന്നുള്ളൊരു അസംഷനും കൂടെ അവിടെ ഉണ്ടല്ലോ. നമ്മൾ ഇൻഫർമേഷൻ സിന്തസൈസ് ചെയ്ത് അത് നമ്മൾ മനസ്സിലിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ ചുറ്റുപാടിലെ ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും പല സ്ഥാപനങ്ങളുമായിട്ട് ഇടപെടുമ്പോഴും മറ്റൊക്കെ അത് പ്രവർത്തിക്കുകയും അതിനെ റിഫൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാതെ ഇതൊരു ലുക്കപ്പ് മെക്കാനിസം മാത്രമല്ല, ഇതൊരു പ്രവർത്തിക്കുന്ന ഒരു സംഗതിയല്ലേ. ആ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ലുക്കപ്പ് മാത്രവും പിന്നെ പഴയ ലോകം അതേപോലെ ആവർത്തിക്കുക എന്നുള്ളത് അത് ഒരുപക്ഷെ ശരിക്കും മനുഷ്യരല്ലാതെയുള്ള ജീവജാലങ്ങളുടെ കാര്യത്തിൽ മറ്റുമൊക്കെ അതൊരു പരിധിവരെയൊക്കെ ശരിയാണ്. എന്ന് വെച്ചാൽ മനുഷ്യനൊരു സോഷ്യോ പൊളിറ്റിക്കൽ ലൈഫ് ഉണ്ടല്ലോ, ഒരു ബയോളജിക്കൽ ലൈഫ് മാത്രമല്ല ഒരു സോഷ്യോ പൊളിറ്റിക്കൽ. ഈ സോഷ്യോ പൊളിറ്റിക്കൽ ലൈഫ് വല്ലാണ്ട് ഇംപവറിഷ് ആയി പോകും. അതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ആളുകൾ ഇതിൻ്റെ അഡിക്ഷനായിട്ടേ, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് എന്താണ് സമൂഹത്തിന് ചുറ്റും നടക്കുന്നത്, എങ്ങനെയാണ് അതിൽ ഇടപെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതിരിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വല്ലാണ്ട് കീഴ്പ്പെട്ടു പോവുക എന്നുള്ളൊരു സംഗതി, ഇവരുടെ യുക്തികൾക്ക് വല്ലാണ്ട് കീഴ്പ്പെട്ടു പോവുക. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ആശയങ്ങൾ ലുക്കപ്പ് ചെയ്യൽ മാത്രമല്ല, അത് നവീകരിക്കുകയും അതിനെ പലരുമായിട്ട് സംവാദങ്ങളിലൂടെയും മറ്റു ചർച്ച ചെയ്യുകയും അതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു മണ്ഡലം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ലുക്കപ്പ് മാത്രം കാണുമ്പോഴത്തേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെയും അത്രയും കാണാം.